യു എയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും ആശ്വാസം കിട്ടുന്നൊരു ദിവസം ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് വരികയാണ്. ഈ മെയ് 15 ശനിയാഴ്ച കഴിഞ്ഞ 138 ദിവസത്തെ ചേർത്തുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ രോഗബാധയിൽ എത്തി നിൽക്കുന്നു 1312. ഇങ്ങനെ ഒരു അക്കം ഡിസംബർ 29 ശേഷം പിന്നെ വന്നിട്ടില്ല. അതാണ് ഈ 138 ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ വർഷം 135 ദിവസമാണ്. കഴിഞ്ഞ വർഷത്തെ 3 ദിവസം കൂടെ കൂട്ടിയാൽ 138, 1312 എന്ന ഒരു ആശ്വാസകരമായ അക്കത്തിലേക്ക് ചുരുങ്ങി വന്നിരിക്കുന്നതിൻ്റെ ആശ്വാസം, സമാധാനം, സന്തോഷം ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് കർശനമായ നിയന്ത്രണങ്ങളോടെ അതിർത്തി കടന്നു വരുന്നവരോട് പല രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തൽക്കാലത്തേക്ക് ഒരു മരവിപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഗുണഫലമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം, അതനുസരിച്ച് പെരുമാറുകയും വേണം. ഇപ്പോൾ 3 മരണം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1629 മൊത്തം മരണസംഖ്യ. ഇപ്പോൾ യു എയിൽ 18,222 ആളുകൾ ആക്റ്റീവ് രോഗബാധിതരായി കഴിയുന്നു. 1302 ആളുകൾ ഇന്നും രോഗമോചനം പ്രാപിച്ചിട്ടുണ്ട്. യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് സംയമനത്തിൻ്റെ പാത സ്വീകരിക്കുന്നവരാണ് എന്ന് യു എ ഇ ഇസ്രായേൽ ഫലസ്തീൻ മേഖലകളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. യു എയുടെ വിദേശകാര്യമന്ത്രി ഷേഖ് അബ്ദുള്ള ബിൻ സായിദ് അദ്ദേഹം വ്യക്തമായ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. 2 രാജ്യങ്ങളുടെയും അന്തസ്സ്, പുരോഗതി, സമാധാനം ഇതിലൊക്കെയാണ് ജീവിക്കേണ്ടത്. ഈ പറയുന്ന ഘടകങ്ങളൊക്കെ 2 രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതിന് സംഘർഷം മൂർച്ഛിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളോ പെരുമാറ്റങ്ങളോ പാടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. സൗദിയിലെ സൽമാൻ രാജാവ് പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ അതിക്രമങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് അർത്ഥത്തിൽ സൂചന നൽകിയിട്ടുണ്ട്. യു എ പറയുന്നു, എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു ഉടമ്പടി ഒപ്പിട്ടല്ലോ, അതിൻ്റെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ വീണ്ടും നടത്തി ഒരു റിക്കൺസിലിയേഷനിലേക്ക് എത്തണം. എങ്കിലേ നേതൃത്വത്തിന് ശക്തിയുണ്ടെന്ന് പറയാൻ പറ്റൂ. അതിലേക്ക് പോകണമെന്ന് ഇസ്രയേലിനെയും ഫലസ്തീനെയും ഉപദേശിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ സംഭവിച്ച കാര്യം, ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒരു വീട്ടിലെ 10 പേരാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഗാസ സ്ട്രിപ്പിൽ മരിച്ചത്. 8 കുട്ടികളും 2 സ്ത്രീകളും. പുരുഷന്മാർ ആ ക്യാമ്പിൽ ആ സമയത്തുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഷാത്തി എന്ന് പറയുന്നൊരു അഭയാർത്ഥി ക്യാമ്പ്, അതിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം, അതിൻ്റെ മിസൈലുകൾ വന്ന് പതുക്കുകയായിരുന്നു. തത്സമയമാണ് ഈ 10 പേര് മരിച്ചത്. അങ്ങനെ മരണസംഖ്യ 132 ഗസ ഭാഗത്ത്. ഇസ്രയേലിൻ്റെ ഭാഗത്താണെങ്കിൽ 8 പേരാണ് മരിച്ചത്. ഇപ്പോൾ 1000, 2000 എന്ന തരത്തിലാണ് ഗസ ഭാഗത്ത് നിന്ന് ഹമാസ് ഗ്രൂപ്പ് അങ്ങോട്ട് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നത്. ഇസ്രയേലിൻ്റെ കൈവശമാകട്ടെ അതിശക്തമായ ആയുധങ്ങളാണ്. വരുന്നതിലേക്ക് ചെറുക്കാൻ തക്ക നൂതനമായ സാങ്കേതിക സംവിധാനം അയൺ ഡോം അതുണ്ട്. അതിനപ്പുറം തിരിച്ചടിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ തങ്ങളുടെ കൈവശമുള്ള തിരിച്ചടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഇസ്രയേൽ പറയുന്നുമുണ്ട്. തങ്ങളുടെ കൈവശമുള്ള കാര്യങ്ങളിൽ പലതും പ്രയോഗിച്ചിട്ടില്ല എന്ന് ഹമാസും പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ് 140 ആളുകളുടെ ജീവൻ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു എന്ന കണക്കാണ് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുന്നത്. ഏതായാലും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്ന് ആലോചിക്കുമ്പോൾ, നാളിതുവരെ എന്തെല്ലാം ചെയ്തു വെച്ചു എന്ന കാര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അർത്ഥവുമില്ലാത്ത കൊലപാതകങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിന് സമാധാനമുണ്ടാകുമോ ഇല്ലയോ, ഒറ്റമൂലി മരുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ എത്രയോ ദശാബ്ദങ്ങളായിട്ട് വിദഗ്ധന്മാർ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും തീരുമാനമാകാതെ കിടക്കുന്നതിന് പിന്നിൽ നമ്മളീ കാണുന്നതിനപ്പുറമുള്ള എന്തോ ചില കാര്യങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കുക കൂടി ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു മനസ്സിലാക്കലിന് കൂടി, നിർവചനത്തിന് കൂടി സാഹചര്യം ഒരുങ്ങുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് കുറേ കാലത്തിനിപ്പുറം ഇന്ത്യയിൽ നിന്ന് ആളുകൾ പോയതാണ്. ഓസ്ട്രേലിയൻ പൗരന്മാരടക്കം 150 പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു മെയ് 15 എന്ന് പറയുന്ന ദിവസം. പക്ഷേ വിമാനത്തിൽ കയറാൻ ചെല്ലുമ്പോൾ നടത്തിയ ടെസ്റ്റിൽ 48 പേർക്ക് പോസിറ്റീവ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 22 യാത്രക്കാർ വേറെ, അവരെയും മാറ്റി നിർത്തി.
ബാക്കി 72 ആളുകളുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വിമാനം പോയി എന്നുള്ളതാണ് അവസാനം അറിഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആളുകൾ എടുക്കുമ്പോൾ സ്വന്തം പൗരന്മാരാണെങ്കിൽ പോലും അത്രയും നിഷ്കർഷ പുലർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നയിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സാഹചര്യം. ബഹ്റൈൻ സൗദി കോസ്വേ എന്ന് പറയുന്ന കര അതിർത്തി 17-ാം തീയതി തുറക്കുന്നു. എല്ലാവരും മെയ് 17-ന് നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ വാക്സിൻ എടുത്തവർക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കോസ്വേ വഴി വരുന്നവർക്ക്. എന്നാൽ വിമാനത്തിൽ വന്നിറങ്ങുന്നവരുടെ കാര്യമാണ് വിശദമായി പറഞ്ഞിരിക്കുന്നതെന്നും കര അതിർത്തി വഴി വരാനിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം വരാനുണ്ടെന്നും കൂടി കേൾക്കുകയാണ്. വിമാനത്തിൽ മെയ് 20 മുതൽ വന്നിറങ്ങുന്ന വിദേശികൾ ഏതെങ്കിലും തരത്തിൽ വാക്സിൻ എടുത്തവരാണെങ്കിൽ, ഇപ്പോൾ ജോൺസൺ പോലുള്ള വാക്സിൻ ആണെങ്കിൽ 1 ഡോസ് മതി. അങ്ങനെയുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ട, 7 ദിവസം വീട്ടിൽ ഇരുന്നാൽ മതി. അല്ലാത്ത എല്ലാ വിദേശികളും സൗദിയിൽ എവിടെയാണോ വന്നിറങ്ങുന്നത് അവിടെ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഹോട്ടൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. എങ്കിലും ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും സൗദി അറേബ്യയിൽ 1 ഡസൻ മരണങ്ങൾ എന്ന രൂപത്തിലാണ് രേഖപ്പെടുത്തിയതെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ബഹ്റിനും 10-11 എന്ന രൂപത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രോഗബാധ പ്രകടമാക്കി. ഒമാനിൽ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഇനി നാളെ ആയിരിക്കും റിപ്പോർട്ട് വരിക, മെയ് 16-ാം തീയതി. 2-3 ദിവസത്തെ റിപ്പോർട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ല. അവധി ദിവസങ്ങളിൽ ഒമാനിൽ റിപ്പോർട്ട് വരാറില്ല. കുവൈറ്റിലും സ്ഥിതിഗതികൾ അത്ര ഭദ്രമായിട്ടില്ല. ഖത്തറിലും മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഗൾഫ് മൊത്തത്തിൽ പോകുന്നത്. കേരളത്തിൻ്റെ കാര്യവും പറയാതെ പോകുന്നതേ ശരിയല്ല. മഴക്കെടുതിയാണ്. 2 തരത്തിലുള്ള ദുരനുഭവങ്ങളാണ് പ്രവാസികൾ നേരിടുന്നത്. ഒന്ന്, ഈ മഴയത്ത് നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഗൾഫിലേക്ക്, പ്രത്യേകിച്ച് UAE-യിലേക്ക്, ഒമാനിലേക്ക്, കുവൈറ്റിലേക്ക്, സൗദിയിലേക്ക് ഒക്കെ പോകേണ്ടുന്ന ആളുകളാണ് ബുദ്ധിമുട്ടിൽപ്പെട്ട് ഫ്ലൈറ്റ് ഇല്ലാതെ കണ്ട് നാട്ടിൽ കഴിയുന്നത്. ഏതാണ്ട് എല്ലാ ജില്ലകളെയും ബാധിച്ചിരിക്കുന്നു മഴക്കെടുതി. കടൽ ഭാഗം കൂടുതലായിട്ടുള്ള ജില്ലകളിൽ കരയിലേക്ക് കയറുന്നതിൻ്റേതായ ഒരുപാട് ലക്ഷണങ്ങളും അതിൻ്റേതായ അപകടങ്ങളും അതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ, കോഴിക്കോട്, കണ്ണൂർ, ഈ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത്രയും വിഷമം പിടിച്ചതാണ്. അവിടങ്ങളിലൊക്കെ പ്രവാസികൾ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ജില്ലകളുടെ കാര്യം എടുത്തു പറഞ്ഞത്. പ്രവാസികൾ തൊഴിൽ ഭയം നേരിടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി. അതും ധാരധാരയായി കണ്ണീരൊഴുക്കുന്ന വിധത്തിലായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം UAE അടക്കമുള്ള രാജ്യങ്ങളിൽ പല റീറ്റെയിൽ മേഖലകളിലും ആളുകളെ കിട്ടാനില്ല സേവനത്തിന്. അവരൊക്കെ നാട്ടിൽ അവധിക്ക് പോയിട്ട് പെരുന്നാളിന് വരാം, പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് വരാം എന്നൊക്കെ പറഞ്ഞിരുന്നവരാണ്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയ മേഖല. പക്ഷേ കച്ചവടം കൂടുകയും ആളുകൾ അകത്തുള്ളവർ പുറത്തു പോകാതിരിക്കുകയും പുറത്തുള്ളവർ അകത്ത് വരാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ UAE അടക്കമുള്ള രാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ ജീവനക്കാരുടെ വേണം. ആ ജീവനക്കാരുടെ അഭാവം കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഗൾഫിൽ ജോലിക്ക് വേറെ ആളുകളെ എടുക്കുമോ, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ, ഇതാണ് നാട്ടിൽ കഴിയുന്ന പ്രവാസികളുടെ ഭയം എന്ന കാര്യം കൂടി തിരിച്ചറിയണം. പക്ഷേ പല മാനേജ്മെൻറ്റുകളും അവരുടെ ജീവനക്കാർക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം അയച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കാതിരിക്കൂ, വിമാനങ്ങളൊക്കെ നേരെയാകുമ്പോൾ നിങ്ങൾ വരൂ, നിങ്ങളുടെ ജോലി പോകില്ല എന്ന് അറിയിക്കുന്ന മാനേജ്മെൻറ്റുകളുണ്ട്. തൽക്കാലം ഞങ്ങൾക്കിവിടെ ആളുകളെ എടുക്കേണ്ടതുണ്ട്, വിസിറ്റ് വിസയിൽ വന്നവരെ എടുത്തിട്ട് വിസയാക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇതൊന്ന് നോക്കിയിട്ട് വന്നോ എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ട്. ഏതായാലും കൂടുതൽ ആദ്യം പറഞ്ഞതാണ് ജീവനക്കാരോട് ആശ്വാസം ആയിരിക്കാൻ പറയുന്നവരാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന കാര്യം കൂടി. നമ്മൾ ഉമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഒറോട്ടിയും ഇറച്ചിക്കറി നിന്ന് നല്ല പൂതി ഉണ്ടാവും അല്ലേ? ഇനി ഈ നോമ്പ് കാലത്ത് ഇത് കഴിക്കാൻ ഇനി നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടേസ്റ്റി ഫുഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി മലബാർ പത്തൽപ്പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒറോട്ടി ഉണ്ടാക്കാം, നൈസ് പത്തൽ ഉണ്ടാക്കാം, കക്കുറോട്ടി ഉണ്ടാക്കാം, ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം, കോയക്കട്ട് ഉണ്ടാക്കാം, മീൻ ഒറോട്ടി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ.
അതുമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ടേസ്റ്റി ഫുഡ്, യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി. Celebrate the power of sound. iSonic speaker system.